ഹായ് ഓൾ, എല്ലാവർക്കും സൈലം ടെക്നിക്കലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എക്സാമിന്റെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ മാർക്കിംഗ് മീഡിയ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ഔട്ട് പർപ്പസ് വിച്ച് ഈസ് പോയിസണസ് ഈസ് ഓപ്ഷൻ എ പ്രഷ്യൻ ബ്ലൂ, ഓപ്ഷൻ ബി കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ സി ചോക്ക്, ഓപ്ഷൻ ഡി ചാർക്കോൾ. അപ്പോൾ നമുക്കിവിടെ മാർക്കിംഗ് മീഡിയയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. നോക്കിയപ്പോൾ അതിന് ആൻസർ വരുന്നത് നമുക്കറിയാം. ഏതാണ് ചോദിച്ചുള്ളത്? മോസ്റ്റ് പോയിസണസ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് നമുക്കറിയാം. അത് കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ: ബി ഗ്രേഡ് സർഫേസ് പ്ലേറ്റ്സ് ആർ 0.02 millimeter of flatness, while A grade surface plates are within dash flatness എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബി ഗ്രേഡിന് 0.02 ഫ്ലാറ്റ്നെസ് ആണെന്നുണ്ടെങ്കിൽ എ ഗ്രേഡിന് വരുന്നുണ്ടാവുക അത് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 0.5 millimeter, ഓപ്ഷൻ ബി 0.05 millimeter, ഓപ്ഷൻ സി 0.002 millimeter ആൻഡ് ഓപ്ഷൻ ഡി 0.005 millimeter ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 0.005 millimeter ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദി സ്മോളസ്റ്റ് സൈസ് ഓഫ് ഗേജ് ബ്ലോക്ക് ഇൻ എ M88 സെറ്റ് ഓഫ് സ്ലിപ്പ് ഗേജ് ഈസ്. സ്മോളസ്റ്റ് സൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഓപ്ഷൻ എ പറഞ്ഞത് 1.0005 millimeter, ഓപ്ഷൻ ബി 1.005 millimeter, ഓപ്ഷൻ സി 1.05 millimeter ആൻഡ് ഓപ്ഷൻ ഡി 0.0005 millimeter എന്നാണ്. നോക്കിയേ, അപ്പോൾ നമുക്കറിയാം ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 1.0005 millimeter ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? നോക്കിയേ: വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് സ്ലോട്ട്സ് ഇൻ ദി ആംഗിൾ പ്ലേറ്റ്? ആംഗിൾ പ്ലേറ്റിൽ നമ്മൾ സ്ലോട്ടുകൾ കൊടുത്തുള്ളതിന്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ പറയുന്നത് ടു ഇൻസൈഡ് ദി ബെൻഡ് പാർട്ട് ഓഫ് എ വർക്ക് പീസ്, ഓപ്ഷൻ ബി ടു എനേബിൾ ദി വർക്ക് ടു ബി ഹെൽഡ് ഫേംലി ബൈ ബോൾട്ട്സ് ആൻഡ് ക്ലാംസ്, ഓപ്ഷൻ സി ടു റെഡ്യൂസ് ദി വെയിറ്റ് ഓഫ് ആംഗിൾ പ്ലേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് ടു അവോയ്ഡ് ചേഞ്ചിങ് ഓഫ് ആംഗിൾ ഡ്യൂ ടു എക്സ്പാൻഷൻ ആണ്. നമുക്കറിയാം ആംഗിൾ പ്ലേറ്റിൽ ധാരാളം സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വർക്ക് പീസിനെ കൃത്യമായിട്ട് അതിൽ ഹെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾട്ടിനും ക്ലാമ്പിനും വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊവിഷൻ ആണ് നമുക്ക് എന്തിൽ കൊടുത്തിട്ടുള്ളത്? ആ സ്ലോട്ടുകളുമായി കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ: ഇൻ മെഷർമെന്റ് ദി ലെങ്ത് standard is classified as two. One is line standard and the other is. നമുക്ക് രണ്ട് രീതിയിലുള്ള സ്റ്റാൻഡേർഡ് സിസ്റ്റം ആണ് നമുക്കുള്ളത് ലെങ്ത്തിനെ മെഷർ ചെയ്യാനായിട്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ലൈൻ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അടുത്തത് എന്താണ് എന്നുള്ളതാണ്. നോക്കിയേ, ഓപ്ഷൻ എ ആംഗിൾ സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ ബി സർക്കുലർ സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ സി എൻഡ് സ്റ്റാൻഡേർഡ് ആൻഡ് ഓപ്ഷൻ ഡി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. നമുക്കറിയാം അത് എൻഡ് സ്റ്റാൻഡേർഡ് ആണ്. ലൈൻ ആൻഡ് എൻഡ് സ്റ്റാൻഡേർഡ് ആണ് നമുക്കിവിടെ ലെങ്ത് മെഷർ ചെയ്യാനായിട്ടുള്ള ലെങ്ത് മെഷർമെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകളായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ: ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് precision measuring instrument. ഓപ്ഷൻ എ സ്ലിപ്പ് ഗേജ്, ഓപ്ഷൻ ബി ഡെപ്ത് ഗേജ്, ഓപ്ഷൻ സി സ്റ്റീൽ റൂൾ ആൻഡ് ഓപ്ഷൻ ഡി പ്രൊട്രാക്ടർ. നോക്കിയേ, അപ്പോൾ നമുക്കിവിടെ പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിസിഷൻ വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഇൻസ്ട്രുമെന്റ് ആണ് താഴെ തന്നിട്ടുള്ളതിൽ? നമുക്കറിയാം അതിലെ ഓപ്ഷൻ എ സ്ലിപ്പ് ഗേജ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ സ്ലിപ്പ് ഗേജ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: a caliper which is extremely useful for scribing lines parallel to the edge of a work and for finding center of a cylindrical work. നമുക്ക് സിലിണ്ടറിക്കൽ വർക്കിന്റെ സെന്റർ ഫൈൻഡ് ചെയ്യാനും കൂടാതെ നമുക്ക് എന്ത് ചെയ്യണ്ടേ? ലൈൻസ് ഇല്ലേ, പാരലൽ എഡ്ജിന് കൃത്യമായിട്ട് പാരലായിട്ട് വരുന്ന ലൈൻസ് സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാലിപ്പറിന്റെ പേര് ഏതാണെന്നുള്ളതാണ്.
ഓപ്ഷൻ എ പറഞ്ഞത് ഔട്ട്സൈഡ് കാലിപ്പർ, ഓപ്ഷൻ ബി പറയുന്നത് ഇൻസൈഡ് കാലിപ്പർ, ഓപ്ഷൻ സി ഡിവൈഡർ ആൻഡ് ഓപ്ഷൻ ഡി ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ ആണ്. അപ്പോൾ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ തന്നെയാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ദെൻ അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദി beveled edge of the thimble of an outside micrometer passed along the barrel from the 0 to 18 divisions above reference line, comma 1 division below reference line and division 12 on the thimble line coincides with the longitudinal line, what will be the reading? നോക്കിയേ, ഇവിടെ നമുക്ക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ മെഷർമെന്റ് എടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? നമുക്ക് അറിയുന്ന ആ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ എ 18.062 millimeter, ഓപ്ഷൻ ബി 18.62 millimeter ആൻഡ് ഓപ്ഷൻ സി 186.2 millimeter ആൻഡ് ഓപ്ഷൻ ഡി 18.0062 millimeter ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓപ്ഷൻ ബി 18.62 millimeter എന്ന് തന്നെയാണ്. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗേജസ് ആർ മെയ്ഡ് ഇൻ 5 grades ഓഫ് ആക്യുറസി. In that which grade is most commonly used in production of components, tools and gauges എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 5 ഗ്രേഡുകൾ ഉണ്ട് നമുക്കറിയാം. ആ 5 ഗ്രേഡുകളിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഗ്രേഡ് 00, ഗ്രേഡ് 0, ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 1 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഗ്രേഡ് 2 ആണോ ഗ്രേഡ് 1 ആണോ എന്നുള്ളതാണ് നമുക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്. അല്ലെ ഗ്രേഡ് 2 ഗ്രേഡ് 1ലുമായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് ഗ്രേഡ് 1 ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ഗ്രേഡ് 1 ആണ് നമുക്ക് എന്തിനു യൂസ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ കമ്പോണൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടൂൾസ് ആൻഡ് ഗേജസിനൊക്കെ യൂസ് ചെയ്യുന്നത്. ജനറൽ വർക്ക്ഷോപ്പ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേഡ് 2 യൂസ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ അടുത്ത ചോദ്യം 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ വെർനിയർ കാലിപ്പർ, the vernier scale has 15 divisions which are numbered from 0 to 50. Okay, then every 5th division is numbered. The length of 50 divisions on the vernier is equal to the length of 49 divisions or 49 millimeter on the main scale. Then what is the least count of this vernier caliper? നോക്കി, ഓപ്ഷൻ എ 0.01 millimeter, ഓപ്ഷൻ ബി 0.002 millimeter ആൻഡ് ഓപ്ഷൻ സി 0.02 millimeter ആൻഡ് ഓപ്ഷൻ ഡി 0.2 millimeter എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്നുള്ളത് എന്താണ്? ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ എന്നുള്ളത് ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു എന്തരും MST മൈനസ് VST ആയിരുന്നു. വെർനിയർ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 VST എന്നുള്ളതായിരുന്നു. നോക്കിയേ, ഇവിടെ നമുക്ക് അറിയേണ്ടത് 1 VSTയുടെ വാല്യൂ ആണ്. 1 VSTയുടെ വാല്യൂ ആണ് നമുക്കറിയാം. അതെങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത് ഓഫ് 50 വെർനിയർ ഡിവിഷൻസ് 50 വെർനിയർ ഡിവിഷൻസ് ഡിവൈഡഡ് ബൈ 50 വരും. ദാറ്റ് മീൻസ് എന്ത് വന്നു? 49/50 വരും. ദാറ്റ് മീൻസ് എന്ത് കിട്ടി? 0.98 എന്ന് കിട്ടി. 1 MSTയുടെ വാല്യൂ നമുക്ക് അറിയുന്നത് പോലെ എത്രയാണ് വരുന്നത്? 1 mm ആണെന്ന് അറിയാം. ദാറ്റ് മീൻസ് LC ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 1 മൈനസ് 0.98 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് എത്ര കിട്ടി? 0.02 millimeter എന്ന് കിട്ടി. ദാറ്റ് മീൻസ് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 0.02 millimeter ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ഹാമർ നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ലോ കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ ബി ഹൈ കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ സി ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ ആൻഡ് ഓപ്ഷൻ ഡി മീഡിയം കാർബൺ സ്റ്റീൽ. അതിൽ സംശയം ഒന്നും വേണ്ട, ഡ്രോപ്പ് ഫോർജ്ഡ് കാസ്റ്റ് സ്റ്റീൽ ആണ് ഹാമർ നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹൗ ബെഞ്ച് വൈസ് ഈസ് സ്പെസിഫൈഡ്. ബെഞ്ച് വൈസിനെ സ്പെസിഫൈ ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ലെങ്ത് ഓഫ് ഫിക്സഡ് ജോ, ഓപ്ഷൻ ബി ലെങ്ത് ഓഫ് മൂവബിൾ ജോ, ഓപ്ഷൻ സി ലെങ്ത് ഓഫ് സ്പിൻഡിൽ, ഓപ്ഷൻ ഡി വിഡ്ത്ത് ഓഫ് ജോ. സംശയമില്ല, ഓപ്ഷൻ ഡി വിഡ്ത്ത് ഓഫ് ജോസ് ആണ് എന്നതിൽ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദി ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ ഇൻ ബ്രിട്ടീഷ് സിസ്റ്റം. സ്റ്റീൽ റൂളിന്റെ ആക്യുറസി ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 1/64 inches, ഓപ്ഷൻ ബി 1 inches, ഓപ്ഷൻ സി 1/32 inch, ഓപ്ഷൻ ഡി 1/24 inch. സംശയം അതിലും വേണ്ട, ഓപ്ഷൻ എ 1/64 inch ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ.
വാട്ട് ഈസ് ദി ആക്യുറസി ഓഫ് ട്രൈസ്കോർ ഫോർ 10 millimeter ലെങ്ത്? നോക്കിയേ, ഓപ്ഷൻ എ 0.0002 millimeter, ഓപ്ഷൻ ബി 0.001 millimeter ആൻഡ് ഓപ്ഷൻ സി 0.002 millimeter, ഓപ്ഷൻ ഡി 0.02 millimeter ആണ്. അപ്പോൾ അതിൽ സംശയം എന്നൊന്നും വേണ്ട. 10 millimeter ലെങ്ത്തിൽ ട്രൈസ്കോറിന്റെ ആക്യുറസി എന്ന് പറയുന്നത് 0.002 millimeter, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദി അതർ നെയിം ഓഫ് ജെന്നി കാലിപ്പർ? ജെന്നി കാലിപ്പറിന്റെ മറ്റൊരു പേര് എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ വെർനിയർ കാലിപ്പർ, ഓപ്ഷൻ ബി ഹെർമോഫ്രോഡൈറ്റിക് കാലിപ്പർ, ഓപ്ഷൻ സി ഔട്ട്സൈഡ് കാലിപ്പർ, ഓപ്ഷൻ ഡി ഇൻസൈഡ് കാലിപ്പർ. നമുക്ക് സംശയം അതിനും വേണ്ട, ഹെർമോഫ്രോഡൈറ്റിക് കാലിപ്പർ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓഡ് ലെഗ് കാലിപ്പർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോൾ അതാണ് ജെന്നി കാലിപ്പർ അല്ലെങ്കിൽ ഹെർമോഫ്രോഡൈറ്റിക് കാലിപ്പർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദി സ്ട്രെയിറ്റ്നെസ് ഓൺ ഫ്ലാറ്റ്നെസ് ഓഫ് പ്ലെയിൻ സർഫസ്? പ്ലെയിൻ സർഫസിനാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലെയിൻ സർഫസിൽ യൂസ് ചെയ്യുന്ന സ്ട്രെയിറ്റ്നെസ്സും ഫ്ലാറ്റ്നെസ്സും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ സീൽ റൂള്, ഓപ്ഷൻ ബി വെർനിയർ കാലിപ്പർ, ഓപ്ഷൻ സി സ്പിരിറ്റ് ലെവൽ, ഓപ്ഷൻ ഡി സ്ട്രെയിറ്റ് എഡ്ജ്. ഇപ്പോൾ ഇതിൽ സംശയം വരാൻ സാധ്യതയുള്ളത് സ്പിരിറ്റ് ലെവലും അതുപോലെ സ്ട്രെയിറ്റ് എഡ്ജുമാണ്. അപ്പോൾ ഫ്ലാറ്റ് സർഫസ് ആണ് ചോദിച്ചെങ്കിൽ നമുക്ക് സ്പിരിറ്റ് ലെവൽ എഴുതാം. ഇവിടെ ആൻസർ വരിക സ്ട്രെയിറ്റ് എഡ്ജ് ആയിരിക്കും. സ്ട്രെയിറ്റ് എഡ്ജ് ആയിരിക്കും. ഓപ്ഷൻ ഡി സ്ട്രെയിറ്റ് എഡ്ജ് ആയിരിക്കും എന്നത് ഓർത്തിരിക്കുക. ദെൻ അടുത്ത ചോദ്യം 17ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് കോമ്പിനേഷൻ സെറ്റ് ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് ദി സെന്റർ ഓഫ് സിലിണ്ടറിക്കൽ ജോബ്? ഓപ്ഷൻ എ സെന്റർ ഹെഡ്, ഓപ്ഷൻ ബി റൂൾ, ഓപ്ഷൻ സി പ്രൊട്രാക്ടർ ഹെഡ്, ഓപ്ഷൻ ഡി സ്ക്വയർ ഹെഡ്. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ലൊക്കേറ്റ് ദി സെന്റർ ഓഫ് സിലിണ്ടറിക്കൽ ജോബ് അല്ലെ. സിലിണ്ടറിക്കൽ ജോബിനെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാർട്ട് എന്നുള്ളത് സെന്റർ ഹെഡ് ആണ്. സെന്റർ ഹെഡ് ആണ്. ഓപ്ഷൻ എ സെന്റർ ഹെഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി മിനിറ്റ്സ് ആർ ഇൻ 1 degree? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡിഗ്രിയിൽ എത്ര മിനിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 30 minutes, ഓപ്ഷൻ ബി 180 minutes, ഓപ്ഷൻ സി 60 minutes, ഓപ്ഷൻ ഡി 120 minutes. സംശയം ഒന്നും അതിലൊന്നും വരില്ല. ഓപ്ഷൻ സി 60 minutes ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് മാസ് ഇൻ FPS സിസ്റ്റം? FPS സിസ്റ്റം അല്ലെ, നമ്മൾ MK സിസ്റ്റവും അതുപോലെ തന്നെ CG സിസ്റ്റം ഒക്കെ പഠിച്ചതാണ്. അതിൽ FPS സിസ്റ്റത്തിൽ മാസിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ കിലോഗ്രാം, ഓപ്ഷൻ ബി മില്ലിഗ്രാം, ഓപ്ഷൻ സി പൗണ്ട്, ഓപ്ഷൻ ഡി ടൺ എന്നുള്ളതാണ്. ഇതിൽ FPS P എന്ന് പറയുന്നത് പൗണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് എന്താ പറയുന്നത് മാസിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ FPS സിസ്റ്റത്തിൽ എടുക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ അടുത്ത ചോദ്യം 20ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ സ്ക്രൂ ഡ്രൈവേഴ്സ് ആർ സ്പെസിഫൈഡ്? സ്ക്രൂ ഡ്രൈവറിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്ത് ഡാറ്റയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ അക്കോർഡിംഗ് ടു ദി ഡയമീറ്റർ ഓഫ് ഷാങ്ക്, ഓപ്ഷൻ ബി അക്കോർഡിംഗ് ടു ദി ലെങ്ത് ഓഫ് ഷാങ്ക് ആൻഡ് വിഡ്ത്ത് ഓഫ് ടിപ്പ്, ഓപ്ഷൻ സി അക്കോർഡിംഗ് ടു ദി ലെങ്ത് ഓഫ് ഹാൻഡിൽ, ഓപ്ഷൻ ഡി അക്കോർഡിംഗ് ടു ദി ഡയമീറ്റർ ഓഫ് ഹാൻഡിൽ. ഇതിലും സംശയമൊന്നും വേണ്ട. നമുക്കറിയാം സ്ക്രൂ ഡ്രൈവറിനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് അതിന്റെ ഷാങ്കിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ ടിപ്പിന്റെ വിഡ്ത്തുമാണ് എന്നതിൽ ഓപ്ഷൻ ബി ആണ് എന്നതിൽ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് അല്ലേ? ദെൻ 21th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് നീഡിൽ ഫൈൽ? നീഡിൽ ഫൈലുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഫയൽ ലെങ്ത് ഈക്വൽ ടു നോമിനൽ ലെങ്ത് പ്ലസ് ടാങ്ക് ലെങ്ത് ആണ്. ഓപ്ഷൻ ബി ടാങ്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു നോമിനൽ ലെങ്ത് പ്ലസ് ഫയൽ ലെങ്ത് ആണ്. ഓപ്ഷൻ സി നോമിനൽ ലെങ്ത് ഈക്വൽ ടു ഫയൽ ലെങ്ത് പ്ലസ് ടാങ്ക് ലെങ്ത് ആണ്. ഓപ്ഷൻ ഡി നോമിനൽ ലെങ്ത് ഇസ് ഈക്വൽ ടു ഹാൻഡിൽ ലെങ്ത് പ്ലസ് ടാങ്ക് ലെങ്ത് ആണ്. നീഡിൽ ഫയൽ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ആണല്ലേ ഇത് പറഞ്ഞിട്ടുള്ളത്. അതിലെ നോമിനൽ ലെങ്ത് ഇസ് ഈക്വൽ ടു ഫയൽ ലെങ്ത് പ്ലസ് ടാങ്ക് ലെങ്ത് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം 22ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിലേറ്റഡ് ടു ഗ്രൈൻഡിങ് വീൽ ബോണ്ട്? ഗ്രൈൻഡിങ് വീൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒന്നാം സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഷെല്ലാക് ബോണ്ട് വീൽസ് ഹാവ് എ മൈൽഡർ ആക്ഷൻ ആൻഡ് കട്ട് വിത്ത് ലെസ് ഹാർഷ്നെസ് ദാൻ വിട്രിഫൈഡ് വീൽസ്. ഓപ്ഷൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സിലിക്കേറ്റ് ബോണ്ട് ഈസ് യൂസ്ഡ് ഫോർ ഹെവി ഡ്യൂട്ടി ലാർജ് ഡയമീറ്റർ വീൽസ് വെയർ ഫൈൻ ഫിനിഷ് ഈസ് റിക്വയർഡ്
മൂന്നാം സ്റ്റേറ്റ്മെന്റ് വിട്രിഫൈഡ് ബോണ്ട് ഈസ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ബോണ്ട് ആൻഡ് ഇറ്റ് ഹാസ് ഹൈ പൊറോസിറ്റി ആൻഡ് സ്ട്രെങ്ത്. നാലാം സ്റ്റേറ്റ്മെന്റ് റെസിനോയിഡ് ബോണ്ട് ഈസ് യൂസ്ഡ് ഫോർ സ്പീഡ് വീൽസ് ആൻഡ് ആർ യൂസ്ഡ് ഇൻ ഫൗണ്ടറീസ് ഫോർ ഡ്രസ്സിംഗ് കാസ്റ്റിംഗ്സ്. ഇവിടെ നമുക്ക് 4 ടൈപ്പ് ബോണ്ടിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഇതിൽ ഓപ്ഷൻ എ പറയുന്നത് ഓൺലി 1 and 2 കറക്റ്റ്, ഓൺലി 1 and 3 കറക്റ്റ്. ഓപ്ഷൻ ബി ഓൺലി 3 and 4 കറക്റ്റ്. ഓപ്ഷൻ സി ഓൺലി 1, 3 and 4 കറക്റ്റ്. ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദി അബോവ്. 4 ഓപ്ഷനും 4 സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഷെല്ലാക്ക് ബോണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് തെറ്റായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്കറിയാം തെറ്റായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത് സിലിക്കേറ്റ് ബോണ്ടിനെ പറ്റി പറയുന്നതും തെറ്റായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കിയേ, മൂന്നാമത്തെ വിട്രിഫൈഡ് ബോണ്ടിനെ പറ്റി പറഞ്ഞത് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റെസിനോയിഡ് ബോണ്ടിനെ പറ്റി പറഞ്ഞതും ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കിയേ, അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 3ഉം 4ഉം കറക്റ്റ് ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ നോക്കാം. നോക്കിയേ, ഓപ്ഷൻ ബി നോക്കിയേ, ഓൺലി 3 and 4 ആർ കറക്റ്റ്. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി പോയിന്റ് ആംഗിൾ ഓഫ് ചിസൽ ഹാവിംഗ് റേക്ക് ആംഗിൾ 30 ഡിഗ്രി ആൻഡ് ക്ലിയറൻസ് ആംഗിൾ 20 ഡിഗ്രി. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ തന്നുള്ള 50 ഡിഗ്രി, 10 ഡിഗ്രി, 40 ഡിഗ്രി, 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് അറിയുന്നതാണ് അത് ഓപ്ഷൻ സി 40 ഡിഗ്രി ആയിരിക്കും ആൻസർ വരിക എന്നുള്ളത്. ദെൻ അടുത്ത ചോദ്യം, എ ഹോൾ ഈസ് റീംഡ് വിത്ത് എ 10 millimeter റീമർ ഡ്രിൽ സൈസ് ഷുഡ് ബി. ഇവിടെ ഡ്രിൽ സൈസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓപ്ഷൻ എ 9 mm, ഓപ്ഷൻ ബി 9.7 mm, ഓപ്ഷൻ ഡി സി 9.8 mm, ഓപ്ഷൻ ഡി 9.75 mm. നമുക്കിവിടെ ഡ്രിൽ സൈസിന്റെ ആ ഒരു ഇക്വേഷൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓപ്ഷൻ ഡി 9.75 mm എന്നാണ് കിട്ടുക. ദെൻ അടുത്ത ചോദ്യം, മാച്ച് ദി ഫോളോയിങ് ആണ്. എ എന്ന് പറയുന്നത് മിൽസ് ഓഫ് ഫയൽ, ബി ക്രോസിംഗ് ഫയല്, സി ബാരറ്റ് ഫയല്, ഓപ്ഷൻ ഡി റിഫ്ലർ ഫയൽ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഓരോന്നും ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. യൂസേജ് ആണ് ഇവിടെ തന്നുള്ളത്. അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുണ്ട്. നോക്കാം. മിൽസ് ഓഫ് ഫയൽ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് നോക്കിയേ, നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡ് വർക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? മിൽസ് ഓഫ് ഫയല് രണ്ടാമത്തെ പോയിന്റുമായിട്ടാണ് വരുന്നുണ്ടാവുക. ദെൻ അടുത്ത നോക്കിയേ, ക്രോസിംഗ് ഫയൽ എന്ന് പറയുന്നത് നോക്കിയേ, അത് നമുക്ക് ഫിഷ് ബാക്ക് ഫയൽ എന്നറിയപ്പെടുന്ന ഫയലാണെന്ന് അറിയാം. ദാറ്റ് മീൻസ് 2b എന്നുള്ളത് 4 ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ദെൻ ബാരറ്റ് ഫയൽ നോക്കിയേ, അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതിന്റെ ആ ഫയൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഫയലായിരിക്കും, ട്രയാങ്കുലർ ഫേസ് ഉണ്ടാവും. അതുപോലെ തന്നെ ടീത്ത് ഓൺ ദി വൈഡ് ഫേസ് ഓൺലി ആണ്. അങ്ങനെയാണെങ്കിൽ ബാരറ്റ് ഫയൽ വരുന്നത് C5 ആണെന്ന് ഓർത്തിരിക്കാം. ദെൻ റിഫ്ലർ ഫയലാണ് അടുത്ത വന്നിട്ടുള്ളത്. റിഫ്ലർ ഫയൽ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഡൈ സിങ്കിങ് ഓപ്പറേഷന് വേണ്ടി, എൻഗ്രേവിംഗ് സിൽവർ സ്മിത്ത് വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിഫ്ലർ ഫയലിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തോരും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റത്തേതിനാണ് നമ്മൾ മാച്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ എങ്ങനെ വരുന്നുണ്ടാവുക? എക്ക് കൃത്യമായിട്ട് വരുന്നത് 2 ആണ്. ദെൻ ബിക്ക് കൃത്യമായിട്ട് വരുന്നത് നോക്കിയേ, ബിക്ക് 4 ആണ് വരുന്നത്. ദെൻ സിക്ക് കൃത്യമായിട്ട് വരുന്നത്, സിക്ക് മാച്ച് ആയിട്ട് വരുന്നത് ഏതാണ്? 5 ആണ്. ഡിക്ക് മാച്ച് ആയിട്ട് വരുന്നത് 1 ആണ്. എ 2 ബി 4 സി 5 ഡി 1. ഏതാണ് ഓപ്ഷൻ വരുന്നത്? നോക്കിയേ, ഓപ്ഷൻ ബി അല്ലേ റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം, 26ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് or are true with related to file. നോക്കിയേ, ഓപ്ഷൻസ് നോക്കിയേ. 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഇൻ എ സിംഗിൾ കട്ട് ഫയൽ ദ ടീത്ത് ആർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ടു ദി സെന്റർ ലൈൻ ആൻഡ് സെക്കൻഡ് കട്ട് ഫയൽ ഓവർ കട്ട് 70 ഡിഗ്രി ആൻഡ് അപ്പ് കട്ട് 51 ഡിഗ്രി എന്ന് പറയുന്നു. രണ്ടാം സ്റ്റേറ്റ്മെന്റ്, റാസ്പെറ്റ് ഫയൽസ് ആർ അവൈലബിൾ ഓൺലി ഇൻ ഫ്ലാറ്റ് ഷേപ്പ് ആൻഡ് കർവ്ഡ് കട്ട് ഫയൽസ് ആർ അവൈലബിൾ ഓൺലി ഇൻ ഹാഫ് റൗണ്ട്. മൂന്നാമത്തത്, ലെങ്ത് ഓഫ് ദി ഫയൽ ഈസ് ഡിസ്റ്റൻസ് ഫ്രം ടിപ്പ് ടു ഹാൻഡിൽ എന്ന് പറയുന്നു. നാലാം സ്റ്റേറ്റ്മെന്റ്, എ ബസ്റ്റാർഡ് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ബ്രിങ്ങിങ് ദി ജോബ് ക്ലോസ് ടു ഫിനിഷ് സൈസ്. നോക്കിയേ, 4 സ്റ്റേറ്റ്മെന്റും എന്താണ് പറയുന്നത്? 4 സ്റ്റേറ്റ്മെന്റും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 4 സ്റ്റേറ്റ്മെന്റും എന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് മീൻസ് ആൻസർ വരുന്നുണ്ടാവും ഏതായിരിക്കും? ഇവിടെ ഓപ്ഷൻസിൽ ഓൺലി 1 and 2 പറയുന്നു, ഓൺലി 1 and 4 എന്ന് പറയുന്നു, ഓൺലി 1, 2 and 3 എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഒരെണ്ണം സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 27ാമത്തെ ക്വസ്റ്റ്യൻ. ദി ആംഗിൾ ഓഫ് കൗണ്ടർ സിങ്കിങ് ഫോർ ദ യൂസ് ഓഫ് കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസ് ആൻഡ് ഡിബറിംഗ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ 75 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി, 80 ഡിഗ്രി. അപ്പോൾ അതിന് സംശയം വേണ്ട, 90 ഡിഗ്രി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി 90 ഡിഗ്രി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ചിസൽ ആംഗിൾ? ചിസൽ ആംഗിളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ചിസൽ ആംഗിളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ കറക്റ്റ് പോയിന്റ് ആംഗിൾ ആൻഡ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ജനറേറ്റ് ദി കറക്റ്റ് റേക്ക് ആൻഡ് ക്ലിയറൻസ് ആംഗിൾ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇഫ് ദ ക്ലിയറൻസ് ആംഗിൾ ഈസ് ടു ഗ്രേറ്റ് ദ റേക്ക് ആംഗിൾ ഇൻക്രീസസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ക്ലിയറൻസ് ആംഗിൾ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ബോട്ടം ഫേസ് ഓഫ് ദ കട്ടിംഗ് പോയിന്റ് ആൻഡ് ദി ടാൻജന്റ് ടു ദി വർക്ക് സർഫേസ് ഒറിജിനേറ്റിംഗ് അറ്റ് ദി കട്ടിംഗ് എഡ്ജ്. നാലാം സ്റ്റേറ്റ്മെന്റ്, റേക്ക് ആംഗിൾ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ടോപ്പ് ഫേസ് ഓഫ് ദി കട്ടിംഗ് പോയിന്റ് ആൻഡ് നോർമൽ 90 ഡിഗ്രി ടു ദ വർക്ക് സർഫേസ് അറ്റ് ദി കട്ടിംഗ് എഡ്ജ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 1, 3, 4 എന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. ദാറ്റ് മീൻസ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് വിത്ത് റിലേറ്റഡ് ടു ഹാക്സോ ബ്ലേഡ്? ഹാക്സോ ബ്ലേഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്നാം സ്റ്റേറ്റ്മെന്റ്, ഓൾ ഹാർഡ് ബ്ലേഡ് ഷുഡ് ബി തിന്നർ ദാൻ ഫ്ലെക്സിബിൾ ബ്ലേഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻ ഫ്ലെക്സിബിൾ ബ്ലേഡ് ഓൺലി ദി ടീത്ത് ആർ ഹാർഡൻ. മൂന്നാം സ്റ്റേറ്റ്മെന്റ്, ഫോർ കട്ടിംഗ് സോഫ്റ്റ് മെറ്റീരിയൽ സച്ച് ആസ് ബ്രോൺസ്, ബ്രാസ്, സോഫ്റ്റ് സ്റ്റീൽ, കാസ്റ്റ് അയൺ എക്സെട്ര യൂസസ് 1 mm പിച്ച് ബ്ലേഡ്. നാലാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഫോർ കട്ടിംഗ് കോൺഡ്യൂട്ട് ആൻഡ് അതർ തിൻ ട്യൂബിംഗ്, ഷീറ്റ് മെറ്റൽ വർക്ക് എക്സെട്ര യൂസ് 0.8 mm പിച്ച് ബ്ലേഡ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റും മാത്രമാണ് ശരിയായിട്ടുള്ളത്. 2 ഉം 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ദാറ്റ് മീൻസ് റൈറ്റ് ആൻസർ വരുന്നത് അഗെയിൻ ഓപ്ഷൻ എ തന്നെയാണ്. ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഡ്രിൽ ബിറ്റ് ദ നാരോ സ്ട്രിപ്പ് വിച്ച് എക്സ്റ്റെൻഡ്സ് ടു ദി എൻറ്റയർ ലെങ്ത് ഓഫ് ദ ഫ്ലൂട്ട് ഈസ് നോൺ ആസ്. നമുക്കറിയാം ഓപ്ഷൻ എ വെബ്, ബോഡി ക്ലിയറൻസ്, ലാൻഡ്, ഷാങ്ക്. റൈറ്റ് ആൻസർ വരുന്നത് ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ലിമിറ്റ് ആൻഡ് ലോ ലിമിറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ടോളറൻസ്, ബി ക്ലിയറൻസ്, സി അലവൻസ്, ഡി ഫിറ്റ് ആണ്. ടോളറൻസ് ആണ് മാക്സിമത്തിന്റെയും ഹൈ ലിമിറ്റിന്റെയും ലോ ലിമിറ്റിന്റെയും ഡിഫറൻസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി ആക്യുറസി ഓഫ് മെട്രിക് ഔട്ട്സൈഡ് വെർനിയർ മൈക്രോമീറ്റർ? ഓപ്ഷൻ എ 0.02 mm, ഓപ്ഷൻ ബി 0.01 mm, ഓപ്ഷൻ സി 0.001 mm ആൻഡ് ഓപ്ഷൻ ഡി 0.002 mm. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 0.001 mm ആണ്. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ദി റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ 2 mating parts? ലിമിറ്റ്, അലവൻസ്, ടോളറൻസ്, ഫിറ്റ്. റൈറ്റ് ആൻസർ വിൽ ബി ഫിറ്റ്. ഓപ്ഷൻ ഡി ആണ്. ദെൻ 34th ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫിക്സർ ഈസ് യൂസ്ഡ് ഫോർ മെഷീൻസ് ഓൺ ഈവൻലി സ്പേസ്ഡ് സർഫേസ്? ഈവൻലി സ്പേസ്ഡ് സർഫേസിൽ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഫിക്സർ ആണെന്നതാണ്. ആംഗിൾ പ്ലേറ്റ് ഫിക്സർ, ഓപ്ഷൻ ബി വൈസ് ഡോ ഫിക്സർ, ഇൻഡെക്സിംഗ് ഫിക്സർ, പ്ലേറ്റ് ഫിക്സർ. റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി ഇൻഡെക്സിംഗ് ഫിക്സർ ആണ്. ഇൻഡെക്സിംഗ് ഫിക്സർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ജിഗ് ഈസ് യൂസ്ഡ് ഫോർ ഓക്വാർഡ്ലി ഷേപ്ഡ് വർക്ക് പീസ് ടു ഡ്രിൽ അറ്റ് ഡിഫറെന്റ് ആംഗിൾ? എ ട്രുണിയൻ ജിഗ്, ഇൻഡെക്സിംഗ് ജിഗ്, പോസ്റ്റ് ജിഗ്, സോളിഡ് ജിഗ്. സംശയമൊന്നുമില്ല, അത് ട്രുണിയൻ ജിഗ് ആണ് നമ്മൾ ഓക്വാർഡ്ലി ഷേപ്പ് വർക്കുകളെ ചെയ്യാനായിട്ട് ഡ്രിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഡ്രിൽ ഗേജ്? ഡ്രിൽ ഗേജിന്റെ യൂസ് ആണ് ചെക്ക് ദി ലിപ്പ് ലെങ്ത്, check the diameter of the drill, check the cutting angle of the drill, check the length of the drill. സംശയം വേണ്ട, ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ, ഡ്രില്ലിന്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രിൽ ഗേജിനെ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ഗേജ്? തന്നിട്ടുള്ള ഫിഗറിലെ ആ ഗേജിന്റെ പേര് ഏതാണെന്നുള്ളതാണ്. സ്ലിപ്പ് ഗേജ്, ആംഗിൾ ഗേജ്, സെന്റർ ഗേജ്, സ്ക്രൂ പിച്ച് ഗേജ്. സംശയം അതിനും വേണ്ട, അത് സെന്റർ ഗേജ് ആണ്. ഓപ്ഷൻ സി സെന്റർ ഗേജ് ആണ്.
then അടുത്ത ചോദ്യം വാട്ട് ഈസ് ദി റീഡിംഗ് ഓഫ് ദി ഔട്ട്സൈഡ് മൈക്രോമീറ്റർ 50 മില്ലിമീറ്റർ ടു 75 മില്ലിമീറ്റർ ആണ്. ഇവിടെ 50 മില്ലിമീറ്റർ ആണ് ഏറ്റവും ചെറിയ അല്ലെ, നമുക്ക് അവിടെ പറഞ്ഞിട്ടുള്ള വാല്യൂ എന്നുള്ളത് ഓർത്തിരിക്കാം. അങ്ങനെ നമ്മൾ 50 പ്ലസ് ആണ് റൈറ്റ് ആൻസർ വരിക അല്ലെ. നമുക്കത് സിമ്പിൾ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? 50 പ്ലസ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് റീഡിംഗ് കിട്ടുന്നതാ 5 കഴിഞ്ഞു, 5.5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 6.5 കഴിഞ്ഞു, ദെൻ 7 കഴിഞ്ഞു, 7.5 കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് 7.5 അല്ലെ നമുക്ക് വരിക 7.5. ഇനി അടുത്ത് നോക്കിയേ, ഇവിടെ നമുക്ക് ഈ ഒരു റീഡിംഗ് വരുന്നുണ്ടാവും. എങ്ങനെയായിരിക്കും? 20 കഴിഞ്ഞു, 21 കഴിഞ്ഞു, 22 കഴിഞ്ഞു, 23 കഴിഞ്ഞു, 24 ആയിട്ടാണ് കോയിൻസൈഡ് ചെയ്തിട്ടുള്ളത്. 24 ആയിട്ടാണ് കോയിൻസൈഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്ത് കിട്ടി? 24 ഇൻറ്റു 0.01 ആണ് LC വരുന്നത്. ദെൻ എങ്ങനെ വരും? 50 പ്ലസ് 7.5 അങ്ങനെ തന്നെ എഴുതി. ദെൻ പ്ലസ് എന്ത് വരും? 24 ഇൻറ്റു 0.01 എന്ന് പറഞ്ഞാൽ 0.24 എന്ന് കിട്ടും. അപ്പോൾ 50 പ്ലസ് 7.5 പ്ലസ് 0.24 എന്ന് പറയുന്നത് 7.74 ആണ്. ദാറ്റ് മീൻസ് 50 പ്ലസ് 7.74 നമുക്ക് എങ്ങനെ കിട്ടും? 57.74 മില്ലിമീറ്റർ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓപ്ഷൻ ബി 57.74 മില്ലിമീറ്റർ എന്നുള്ളതാണ്. ദെൻ അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് എ വെർനിയർ കാലിപ്പർ? ഇവിടെ തന്നിട്ടുള്ളതിൽ ആ റീഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സിമ്പിൾ ആയിട്ട് കിട്ടും. എങ്ങനെയാണ്? ഇവിടെ കോയിൻസൈഡ് കിട്ടിയിട്ടുള്ളത് 20 എന്നുള്ള ലൈനാണെന്ന് അറിയാം. ദാറ്റ് മീൻസ് എന്ത് കിട്ടും? നമുക്ക് ആ ഒരു ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 35.40 മില്ലിമീറ്റർ എന്ന് കിട്ടും റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഗേജ്? ടേപ്പർ ഗേജ്, പ്രോഗ്രസീവ് പ്ലഗ് ഗേജ്, ഡബിൾ എൻഡ് പ്ലഗ് ഗേജ്, ഡി സ്നാപ്പ് ഗേജ്. സ്നാപ്പ് ഗേജ് ആണ് തന്നിട്ടുള്ളതെന്ന് അറിയാം. ദെൻ അടുത്ത ചോദ്യം വാട്ട് ഈസ് ദി അപ്രോക്സിമേറ്റ് കോമ്പോസിഷൻ ഓഫ് ലെഡ് ആൻഡ് ടിൻ ഇൻ യൂട്ടറ്റിക് അലോയ്? എ 60% tin and 40% lead, 40% tin and 60% lead, 66 tin and 34 lead, then 63 tin and 37 lead. സംശയം വേണ്ട, 63% ടിന്നും 37% ലെഡുമാണ് എന്തിലുണ്ടാവുന്നത്? ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ യൂട്ടറ്റിക് അലോയിലുള്ള എന്നുള്ള ഓർത്തിരിക്കാം. ദെൻ വിച്ച് ദി ടൈപ്പ് ഓഫ് ബെൽറ്റ് ഫാസ്റ്റനർ is used on heavy duty machine? Wire type belt fastener, large lay type belt fastener, Jackson type belt fastener, option D crescent type belt fastener. നമുക്ക് ഹെവി ഡ്യൂട്ടി എന്നുള്ളത് നമ്മൾ ലാർജ് വലുത് എന്ന രീതിയിൽ പഠിച്ചവർക്ക് ആ ആൻസർ കിട്ടും. ലാർജ് ലേ ടൈപ്പ് ബെൽറ്റ് ബെൽറ്റ് ഫാസ്റ്റനർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം which washer is used when mounting holes are oversize ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളത് അറിയാം നമുക്ക്. ഇന്റേണൽ ടൈപ്പ്, എക്സ്റ്റേണൽ ടൈപ്പ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടൈപ്പ്, കൗണ്ടർ സങ്ക് ടൈപ്പ്. റൈറ്റ് ആൻസർ വിൽ ബി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടൈപ്പ് ആണ്. ഞാൻ അടുത്ത ചോദ്യം which type of gear are widely used for speed reduction purpose? സ്പീഡ് റിഡക്ഷൻ പർപ്പസ് യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ്. worm shaft and worm gear, rack and pinion, bevel gear, meter gear. സംശയം വേണ്ട, worm shaft and worm gear ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. then അടുത്ത ചോദ്യം which type of bearing has provision for wear adjustment? self aligning bush bearing, adjustable slide bearing, split bearing, solid bearing. നമുക്കറിയാം വിയർ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തുള്ളത് അഡ്ജസ്റ്റബിൾ സ്ലൈഡ് ബിയറിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം വിച്ച് സെറ്റ് സ്ക്രൂ ഈസ് യൂസ്ഡ് ഓൺ പാർട്സ് റിക്വയറിംഗ് ഫ്രീക്വന്റ് അഡ്ജസ്റ്റ്മെന്റ്? ഓപ്ഷൻ എ ഓവൽ പോയിന്റ് സെറ്റ് സ്ക്രൂ, കോൺ പോയിന്റ് സെറ്റ് സ്ക്രൂ, ഫ്ലാറ്റ് പോയിന്റ് സെറ്റ് സ്ക്രൂ, ഡോഗ് പോയിന്റ് സെറ്റ് സ്ക്രൂ. നോക്കിയേ റൈറ്റ് ആൻസർ വരുന്നത് ഫ്ലാറ്റ് പോയിന്റ് ആയിട്ടുള്ള സെറ്റ് സ്ക്രൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ചോദ്യം which coupling is used on line shaft in textile mill? ടെക്സ്റ്റൈൽ മില്ല് യൂസ് ചെയ്യുന്ന ലൈൻ ഷാഫ്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള കപ്ലിംഗ് ഏതാണ്? ക്ലാമ്പ് കപ്ലിംഗ്, യൂണിവേഴ്സൽ കപ്ലിംഗ്, സേഫ്റ്റി കപ്ലിംഗ്, പ്ലേറ്റ് കപ്ലിംഗ്. റൈറ്റ് ആൻസർ വിൽ ബി ക്ലാമ്പ് കപ്ലിംഗ്. ദെൻ അടുത്ത ചോദ്യം which rivet are used to reduce the height of the rivet head above the metal surface? mushroom head rivet, snap head rivet, pan head rivet, flat head rivet. നമുക്ക് ഏതാ റൈറ്റ് ആൻസർ? മഷ്റൂം ഹെഡ് റിവറ്റ് ആണ്. ദെൻ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലച്ച് ഈസ് പോസിറ്റീവ് ക്ലച്ച്? പോസിറ്റീവ് ഡ്രൈവ് തരുന്ന ക്ലച്ച് ഏതാണെന്നുള്ളതാണ്. കോൺ ക്ലച്ച്, സെൻട്രിഫ്യൂഗൽ ക്ലച്ച്, മൾട്ടിപ്ലേറ്റ് ക്ലച്ച്, ഡോഗ് ക്ലച്ച്. റൈറ്റ് ആൻസർ വിൽ ബി ഡോഗ് ക്ലച്ച്. ദെൻ അടുത്ത ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് കീ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ്
unidirectional torque. A. Taper and jib headed key, parallel or feather key, woodruff key, saddle key. Right answer will be parallel or feather key എന്നുള്ളതായിരിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ലെഡ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ലെഡ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഓർ കോൾഡ് ഗലീന. രണ്ടാം സ്റ്റേറ്റ്മെന്റ് ലെഡ് ഈസ് എ ഹെവി മെറ്റൽ. മൂന്നാം സ്റ്റേറ്റ്മെന്റ് ആയി പറഞ്ഞുള്ളത് സോൾഡർ ഈസ് ആൻ അലോയ് ഓഫ് ലെഡ്. നോക്കിയേ, 3 സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇതിൽ ഏതാണ് ലെഡുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻ ഓൺലി 2 and 3, ഓപ്ഷൻ ബി ഓൺലി 1 and 2, ഓപ്ഷൻ സി നോക്കി ഓൾ ഓഫ് ദി അബോവ് 1, 2 and 3 എന്ന് പറയുന്നു, ഓപ്ഷൻ ഡി ഓൺലി 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റും എന്താണ്? ലെഡിനെ സംബന്ധിച്ച് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ഓൾ ഓഫ് ദി അബോവ് 1, 2 and 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, 3 സ്റ്റേറ്റ്മെന്റും ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 52ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് അനീലിംഗ്? അനീലിംഗ് എന്ന് പറയുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് താഴെ ഒരു 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒന്നാം സ്റ്റേറ്റ്മെന്റ് അനീലിംഗ് സോഫൻ ദി സ്റ്റീൽ. രണ്ടാം സ്റ്റേറ്റ്മെന്റ് അനീലിംഗ് റിഡ്യൂസ് ഡക്റ്റിലിറ്റി. മൂന്നാം സ്റ്റേറ്റ്മെന്റ് അനീലിംഗ് ഇംപ്രൂവ്സ് ദി മെഷീനബിലിറ്റി. നോക്കിയേ, അപ്പോൾ ഈ ഒരു 2 സ്റ്റേറ്റ്മെന്റുകൾ 3 സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നോക്കിയേ, ഓപ്ഷൻസിൽ ഓപ്ഷൻ എ വരുന്നത് 3 മാത്രം, ഓപ്ഷൻ ബി ഓൺലി 1 and 2, ഓപ്ഷൻ സി ഓൺലി 1 and 3, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ദാറ്റ് മീൻസ് ഇവിടെ 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് റിലേറ്റഡ് ടു സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ? ഒന്നാം സ്റ്റേറ്റ്മെന്റ് ഫെറൈറ്റ് ഈസ് റിലേറ്റീവ്ലി സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ. രണ്ടാം സ്റ്റേറ്റ്മെന്റ് സിമെന്റൈറ്റ് ഈസ് എ കെമിക്കൽ ഫോം ഓഫ് അയൺ ആൻഡ് കാർബൺ. മൂന്നാം സ്റ്റേറ്റ്മെന്റ് കാർബൺ കണ്ടന്റ് ഇൻ ഫെറൈറ്റ് ഈസ് മോർ ദാൻ 1%. നോക്കിയേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചർ ഓഫ് സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 1ഉം 2ഉം അല്ലെ, ഓപ്ഷൻ 1ഉം 2ഉം ദാറ്റ് മീൻസ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലായി. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 54ാമത്തെ ക്വസ്റ്റ്യൻ. ദ മേജർ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് മോണൽ മെറ്റലിന്റെ മേജർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോപ്പർ ആൻഡ് ടിന്ന്, ഓപ്ഷൻ ബി ടിൻ ആൻഡ് അയൺ, ഓപ്ഷൻ സി നിക്കൽ ആൻഡ് കോപ്പർ, ഓപ്ഷൻ ഡി നിക്കൽ ആൻഡ് സിങ്ക്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കോപ്പറും നിക്കലുമാണ് അല്ലെ, കോപ്പറും നിക്കലുമാണ് ഇതിന്റെ മേജർ കോൺസ്റ്റിറ്റ്യൂൻസ് ആയിട്ട് വരുന്നത് ഏതിന്റെ? മോണൽ മെറ്റലിന്റെ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഏത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. മേജർ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് മൺസ് മെറ്റൽ അല്ലെ, മൺസ് മെറ്റലിന്റെ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ സിങ്ക്, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി ലെഡ്, ഓപ്ഷൻ ഡി ടിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, നമുക്കറിയാം ഇതിലെ കോപ്പർ എന്ന് പറയുന്നതാണ് നമ്മൾ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ട് മോൺസ് മെറ്റലിന് വരുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം 56ാമത്തെ ക്വസ്റ്റ്യൻ. മാച്ച് ദി ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെത്തേഡ് അല്ലെ, നമുക്ക് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം നമ്മൾ മാച്ച് ദി ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഈ ഒരു ഓപ്ഷൻ നോക്കും. വിക്കേഴ്സ് ഹാർഡ്നെസ്, ബ്രിനൽ ഹാർഡ്നെസ്, റോക്ക്വെൽ ബി ഹാർഡ്നെസ്, റോക്ക്വെൽ സി ഹാർഡ്നെസ്. അതിൽ യൂസ് ചെയ്യുന്ന ഇൻഡന്ററിന്റെ പ്രത്യേകതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കറിയാം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വിക്കേഴ്സ് ഹാർഡ്നെസ്സിന് സ്ക്വയർ ബേസ് ആയിട്ടുള്ള ഡയമണ്ട് ആണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? വിക്കേഴ്സ് ഹാർഡ്നെസ്സിന് സ്ക്വയർ ബേസ് ആയിട്ടുള്ള ഡയമണ്ട് ഉണ്ടാവും. ദെൻ നോക്കിയേ, അടുത്തത് വരുന്നത് ബ്രിനൽ ഹാർഡ്നെസ് ആണ്. ബ്രിനൽ ഹാർഡ്നെസ്സിന് 10 mm ഉള്ള ഡയമീറ്റർ സ്റ്റീൽ ബോൾ ആണ് ഉണ്ടാവുക. ദെൻ റോക്ക്വെൽ ബി ഹാർഡ്നെസ് ആണ് അടുത്തത് വരുന്നത്. എന്ന് പറയുന്നത് നോക്കി, അത് വരുന്നത് 1.6 mm ഡയമീറ്ററുള്ള സ്റ്റീൽ ബോൾ ആണ് യൂസ് ചെയ്യുക. ദെൻ റോക്ക്വെൽ സി ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ ബ്രെയിൽ ഇൻഡന്റർ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് എന്ത് കിട്ടി നമുക്ക് ഇവിടെ? നോക്കിയേ, ഏതാ കിട്ടുക നമുക്ക് ഓപ്ഷൻസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാ? പി എന്ന് പറയുന്നത് 4ഉമായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നു. ദെൻ ക്യൂ എന്ന് പറയുന്നത് 3ഉമായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നു. ദെൻ ആർ എന്ന് പറയുന്നത് 2ഉമായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നു. ദെൻ എസ് എന്ന് പറയുന്നത് 1 ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് ആൻസർ വരുന്നുണ്ടാവുക P4 Q3 R2 S1 എന്ന് പറയുന്നത്. നോക്കി, ഏതാ വരുന്നത്? P4 Q3 R2 S1 എന്നുള്ളതാണ്. നോക്കി, അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ഡി ആയിരിക്കും. ഓപ്ഷൻ ഡി
56 D ആണ് റൈറ്റ് ആൻസർ. ദെൻ 57th ക്വസ്റ്റ്യൻ, വെൻ ഹീറ്റിംഗ് ദി സ്റ്റീൽ ചേഞ്ച് ഇറ്റ്സ് ടെമ്പറേച്ചർ കമൻസ് ഫ്രം ഓപ്ഷൻ എ 730, 703, 743, ദെൻ 723 ഡിഗ്രി സെൽഷ്യസ്. നോക്കിയേ, അപ്പോൾ അത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ, 723 ഡിഗ്രി സെൽഷ്യസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 58ാം ക്വസ്റ്റ്യൻ, ഇൻ ദി പ്രോസസ് ഓഫ് നോർമലൈസിംഗ് സ്റ്റീൽ ദ സ്പെസിമെൻ ഈസ് സബ്ജക്റ്റഡ് ടു ഹീറ്റിംഗ്. എങ്ങനെയാണ് അതിൽ ഹീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ബിറ്റ്വീൻ ദി അപ്പർ ആൻഡ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഫോളോഡ് ബൈ കൂളിംഗ് ഇൻ സ്റ്റീൽ എയർ, ബിറ്റ്വീൻ ദി അപ്പർ ആൻഡ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ദെൻ കൂൾഡ് ഇൻ എ ഫർണസ്, above the critical temperature then cooled in a furnace, above the critical temperature then cooled in still air. നോക്കിയേ, ആൻസർ വരുന്നത് ഏതായിരിക്കും നമുക്കറിയാം. അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് അതിന് ശേഷം എന്ത് ചെയ്യും, അത് എയറിൽ ഇട്ടിട്ട് കൂൾ ചെയ്യാണ് ചെയ്യുക. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡബിൾ ബെൽ ആൻഡ് ഹാപ്പർ അറേഞ്ച്മെന്റ് മെക്കാനിസം ഇൻ ഈസ് യൂസ്ഡ് ഈസ്. എവിടെയാണ് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബ്ലാസ്റ്റ് ഫർണസ്, ഓപ്ഷൻ ബി ഓപ്പൺ ഹെർത്ത് ഫർണസ്, ഓപ്ഷൻ സി ഇലക്ട്രിക് ഫർണസ് ആൻഡ് ഓപ്ഷൻ ഡി ക്രൂഷ്യബിൾ പ്രോസസ് ആണ്. നോക്കിയപ്പോൾ ആൻസർ വരുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ആണ്. ദെൻ അടുത്ത ചോദ്യം, അലോയ് ദാറ്റ് കണ്ടെയ്ൻസ് ലാന്തനോയിഡ് മെറ്റൽസ് ഈസ്. നോക്കിയേ, ഏതൊക്കെ വരുന്നത്, മിഷ് മെറ്റൽ, പേം അലോയ്, സൂപ്പർ അലോയ്, ദെൻ മം മെറ്റൽ അല്ലേ, മൺസ് മെറ്റൽ ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ദെൻ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഏതാ വരുന്നുണ്ടാവുക, ഏതാ ഓപ്ഷനിൽ വരുന്നുണ്ടാവുക, നോക്കിയ 60ാമത്തെ ആൻസർ വരുന്നത് മിഷ് മെറ്റൽ ആണെന്നുള്ളത് നോക്കി വെക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 61ാമത്തെ ക്വസ്റ്റ്യൻ, ദ നെയിം ഓഫ് സ്ക്വയർ ഹോൾ ഇൻ ആൻവിൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്ക്വയർ ഷാങ്ക് ഓഫ് വേരിയസ് ഫിറ്റിംഗ്. നോക്കിയേ, അപ്പോൾ നമുക്കറിയാം ആൻവിലുള്ള ആ ഒരു സ്ക്വയർ അല്ലെ, സ്ക്വയർ ഷേപ്പിലുള്ള ആ ഹോളിന് പറയുന്ന പേരെന്താണെന്നാണ്, പ്രിച്ചൽ ഹോള്, പിയേഴ്സിംഗ് ഹോള്, ഹാർഡി ഹോള്, ബീഗ് ഹോൾ ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും, 61 സി ഹാർഡി ഹോൾ ആണ് ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 62ാമത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കേസ് ഓഫ് ചിസൽ യൂസ്ഡ് ഇൻ ഫോർജിങ്. ഓക്കെ അല്ലേ, ഫോർജിങ്ങിന് യൂസ് ചെയ്യുന്ന ചിസലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്നാം സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞത്, എഡ്ജസ് ഓഫ് കോൾഡ് ചിസൽ ഈസ് ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് വിത്ത് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, എഡ്ജസ് ഓഫ് കോൾഡ് ചിസൽ ഈസ് ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് വിത്ത് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. മൂന്നാം സ്റ്റേറ്റ്മെന്റ്, ദ എഡ്ജസ് ഓഫ് ഹോട്ട് ചിസൽ ഈസ് 30 ഡിഗ്രി ആൻഡ് ഹാർഡനിങ് ഈസ് നോട്ട് നെസസറി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ എഡ്ജസ് ഓഫ് ഹോട്ട് ചിസൽ ഈസ് ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് വിത്ത് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. ദാറ്റ് മീൻസ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും, ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കിയേ. നമുക്കറിയാം അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. നോക്കിയേ, 1 and 3 ആണ് കൃത്യമായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം, ദ ഫോർജിങ് ഓപ്പറേഷൻ ഹോൾസ് ആർ ഓപ്പൺഡ് ഔട്ട് ഡ്രൈവിംഗ് ത്രൂ എ ലാർജ് ടേപ്പേർഡ് പഞ്ച് ഈസ് കോൾഡ്. നോക്കി, ഏതാ വരുന്നത്, 63ാമത്തെ ആൻസർ വരുന്നുണ്ടാവുക. നോക്കി, ഏതാ ആൻസർ വരിക, അത് ഡ്രിഫ്റ്റ് ആണ് അല്ലേ, ഡ്രിഫ്റ്റ് ആണ്. ഓപ്ഷൻ എ ഡ്രിഫ്റ്റ് ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ആർ ദ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് കട്ടിംഗ് ഇൻ ഫോർജിങ്. ഫോർജിങ്ങിലെ കട്ടിംഗ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. നോക്കിയേ, സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈൻഡ് forging piece into heavy stock. It is a process of separating cut off long piece of stock into specified length. This process steel must be heated in a furnace to an temperature from 850 to 950 degrees Celsius. Then this process steel must be heated in the furnace at a temperature from 1110 to 1200 degrees Celsius. That means ഇവിടെ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത്. നോക്കി, അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം, ഇൻ ഫോർജിങ് ഓപ്പറേഷൻ ദ നെയിം ഓഫ് പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദി തിക്നെസ് ഓഫ് ബാർ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് നോൺ ആസ്. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ സ്വേജിങ്, ഓപ്ഷൻ ബി സെറ്റിംഗ് ഡൗൺ, ഓപ്ഷൻ സി അപ്സെറ്റിംഗ്, ഓപ്ഷൻ ഡി ഡ്രോയിങ് ആണ്. റൈറ്റ് ആൻസർ അപ്സെറ്റിംഗ് ആണ്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ആർ ദ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് ഫോർജിങ് ഫുള്ളർ. ഫുള്ളറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഫുള്ളറുമായിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാം സ്റ്റേറ്റ്മെന്റ്, ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് ഫോർ നെക്കിംഗ് ഡൗൺ എ പീസ് ഓഫ് വർക്ക്. ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് ടു ഗീവ് സ്മൂത്ത്നെസ് ആൻഡ് ആക്യുറസി ടു ആർട്ടിക്കിൾ വിച്ച് ആർ ഓൾറെഡി ഷേപ്ഡ്. മൂന്നാം സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ work which has to be reduced and finished to round, square, hexagonal form. നാലാം സ്റ്റേറ്റ്മെന്റ്, they are made in top and bottom tool.
നോക്കിയേ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളിൽ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? നമുക്കറിയാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് മീൻസ് ആൻസർ വരുന്നുണ്ടാവുക ഓപ്ഷൻ ഡി 4 and 1 ആണ് തന്നിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം, ഇൻ ഫോർജിങ് ദ മെറ്റീരിയൽ ദാറ്റ് ഷുഡ് പൊസസ് എ പ്രോപ്പർട്ടി വിച്ച് ഈസ് ദ എബിലിറ്റി ടു സസ്റ്റെയിൻ സബ്സ്റ്റൻഷ്യൽ പ്ലാസ്റ്റിക് deformation without fracture even in the presence of tensile stress. Then option A tenacity, then option B ductility, option C toughness, option D hardness. Right answer ആയിട്ട് വരുന്നത് ഏതാണ്? ഡക്റ്റിലിറ്റി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ അലോയ് മെറ്റൽ ഹാവ് ഗുഡ് റിലേറ്റീവ് ഫോർജബിലിറ്റി? തന്നിട്ടുള്ളതിൽ ഫോർജബിലിറ്റി കൂടുതലുള്ളത് ഏതാണെന്നതാണ് റൈറ്റ് ആൻസർ വരുന്നത്. അത് കോപ്പർ അലോയ് ആണ്. ഓപ്ഷൻ സി ആണ്. Then അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഫോർജ് വെൽഡ് മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ദ പീസസ് ഓഫ് മെറ്റൽ ഫോർ വെൽഡിംഗ് ഈസ് നോൺ ആസ്? ആൻസർ വരുന്നുണ്ടാവുക ഓപ്ഷൻ എ സ്കാർഫിംഗ് ആണ്. ദെൻ അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിംഗ് കറക്റ്റ് സൈസ് സിലിണ്ടറിക്കൽ ഹോൾ ബൈ യൂസിങ് ഹോട്ട് പഞ്ച് ഓവർ സിലിണ്ടറിക്കൽ ഡൈ ഇൻ ഫോർജിംഗ് ഓപ്പറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, റൈറ്റ് ആൻസർ വരുന്നത് പഞ്ചിങ് ഓപ്പറേഷൻ ആണ്. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കട്ടിംഗ് ആംഗിൾ ഓഫ് സ്ട്രെയിറ്റ് സ്നിപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രെയിറ്റ് സ്നിപ്സുമായിട്ട് അതിൻ്റെ കട്ടിംഗ് ആംഗിൾ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ആൻസർ വരുന്നത് 87 ഡിഗ്രി ആണ്. വിച്ച് മാലറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹോളോയിങ് ഓപ്പറേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് നോക്കിയേ, അവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് വരുന്നത്? ഹോളോയിങ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്ന മാലറ്റ് ഉള്ളത് ഏതാണ് വരിക? ബോസിക് മാലറ്റ് ആണ്. ബോസിക് മാലറ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ അടുത്തത്, വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ആണ് ചോദിച്ചുള്ളത്. മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം അത് വരുന്നുണ്ടാവാം 0.01 മില്ലിമീറ്റർ ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്തത്, പോയിന്റ് ആംഗിൾ ഓഫ് സ്ക്രൈബർ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അത് 12 to 15 ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസിൽ 10 to 20 ആണ്. അപ്രോപ്രിയേറ്റ് ആൻസർ വരും ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ സോൾഡറിംഗ് അയൺ ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിംഗ് ഹെവി ഗേജ് മെറ്റൽ? ഹെവി ഗേജ് മെറ്റലിനെ സോൾഡർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കി അതിൽ ഓപ്ഷൻ വരിക ഹാൻഡി സോൾഡറിംഗ് അയൺ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ദ ആംഗിൾ ഓഫ് ബെവൽഡ് എഡ്ജ് ഇൻ എ ഹാച്ചറ്റ് സ്റ്റേക്ക്. ഹാച്ചറ്റ് സ്റ്റേക്കിന്റെ ആ ബെവൽഡ് എഡ്ജ് എത്രയാണ് അതിന്റെ ആംഗിൾ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ വരുന്നത് 50 to 60 ഡിഗ്രി ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഷീറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക്? ഓപ്ഷൻ വരിക ലെഡ് ഷീറ്റ്, ഓപ്ഷൻ ബി കോപ്പർ ഷീറ്റ്, ഓപ്ഷൻ സി ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്, ഓപ്ഷൻ ഡി അലുമിനിയം ഷീറ്റ് ആണ്. നമ്മളിവിടെ ഏതാ യൂസ് ചെയ്യുന്നത്? കൊറോസീവ് ആയിട്ടുള്ള ആസിഡ് ടാങ്കിന് യൂസ് ചെയ്യുന്നുണ്ടാവുക ലെഡ് ഷീറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് റിമൂവിംഗ് മെറ്റൽ ടു ദി ഡിസൈഡ് ഷേപ്പ് ഫ്രം സൈഡ് ഓർ എഡ്ജ് ഓഫ് എ ഷീറ്റ് ഈസ് നോൺ ആസ്? ഏതാണ് വരുന്നുണ്ടാവുക? ഓപ്ഷൻ സി നോച്ചിങ് ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓപ്പറേഷൻ ഓഫ് പ്രൊഡ്യൂസിംഗ് തിൻ വാൾഡ് ഹോളോ ഷേപ്ഡ് ആർട്ടിക്കിൾസ് ഫ്രം ഷീറ്റ് മെറ്റൽ ഈസ് നോൺ ആസ്? ഓപ്ഷൻ ഏതാണ് വരുന്നത് നോക്കിയേ, നമുക്കറിയാമത് ഡ്രോയിങ് ആണ് റൈറ്റ് ആൻസർ. തിൻ വാൾഡ് ഹോളോ ഷേപ്പ് ആർട്ടിക്കിൾസ് ഉണ്ടാക്കുന്നത് ഡ്രോയിങ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ അടുത്ത ചോദ്യം, ദ അലവൻസ് ഫോർ പാൻ ഡൗൺ ജോയിന്റ്. നമുക്ക് കൊടുത്തിട്ടുള്ള പാൻ ഡൗൺ ജോയിന്റിന് കൊടുത്തുള്ള അലവൻസ് എത്രയാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. റൈറ്റ് ആൻസർ വിൽ ബി P is equal to 2W plus 2T ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സിങ്ക് എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ വിൽ ബി എത്രയാണ് വരുന്നത്? ഓപ്ഷൻ എ 490 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ അടുത്ത ചോദ്യം, ദ ഫ്ലെയിം യൂസ്ഡ് ഫോർ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് ഓഫ് കോപ്പർ മസ്റ്റ് ബി. എത്രയാണ് ആൻസർ വരുന്നുണ്ടാവുക? ഏതാണ് ആൻസർ വരുന്നുണ്ടാവുക? ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് നമ്മൾ കോപ്പർ യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ്, ഏത് ഫ്ലെയിം ആണെന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം അത് ന്യൂട്രൽ ഫ്ലെയിം ആണ് എന്നുള്ളത്. ഓക്കെ അല്ലേ? ന്യൂട്രൽ ഫ്ലെയിം ആണെന്നുള്ളത് അറിയാം. ദെൻ അടുത്ത ചോദ്യം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാം സ്റ്റേറ്റ്മെന്റ്, നെവർ യൂസ് ഓയിൽ ഓർ ഗ്രീസ് ഇൻ എനി പാർട്ട് ഓർ അസംബ്ലി ഓഫ് എ ഗ്യാസ് വെൽഡിംഗ് പ്ലാന്റ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ്, യൂസ് ദ മാച്ച് ബോക്സ് ടു ഇഗ്നൈറ്റ് ഓക്സി അസറ്റിലിൻ ഫ്ലെയിം. മൂന്നാം സ്റ്റേറ്റ്മെന്റ്, ഓൾവേസ് ഓപ്പൺ ഓക്സി അസറ്റിലിൻ സിലിണ്ടർ വാൾസ് നോട്ട് മോർ ദാൻ 1.5 ടേൺസ്. നോക്കിയാൽ നമുക്കറിയാം റൈറ്റ് ആൻസർ വിൽ ബി ഏതൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാം സ്റ്റേറ്റ്മെന്റുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം,
വിച്ച് among the following weld defect are internal defect? ഇന്റേണൽ ഡിഫക്റ്റുകളായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? അണ്ടർ കട്ട്, ബ്ലോ ഹോള്, സ്പാറ്റേഴ്സ് ആൻഡ് ക്രാക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇന്റേണൽ ആയിട്ട് ഡിഫക്റ്റ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. നോക്കിയേ, റൈറ്റ് ആൻസർ വിൽ ബി ഏതൊക്കെയാണ് വരുന്നത് നോക്കിയേ, ബ്ലോ ഹോളും അതുപോലെ തന്നെ ക്രാക്കുമാണ് ഏത് വരുന്നത് നമുക്കിവിടെ ഏതാ ഇന്റേണൽ ഡിഫക്റ്റ് ആയിട്ട് വരിക. ദാറ്റ് മീൻസ് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 4ഉമാണ് വരുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ എന്നുള്ളത് ഏതായിരുന്നു നോക്കിയേ, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 2 and 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇതിന് അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻ കണക്ഷൻ വിത്ത് ഗ്യാസ് വെൽഡിംഗ്? താഴെ തന്നിട്ടുള്ളതിൽ ഗ്യാസ് വെൽഡിംഗുമായിട്ട് കണക്ഷൻ ഇല്ലാത്തത് ഏതൊക്കെയാണെന്നതാണ്. വെൽഡിംഗ് ബ്ലോ പൈപ്പ്, ഇലക്ട്രോഡ് ഹോൾഡർ, വെൽഡിംഗ് കേബിള്, സ്പാർക്ക് ലൈറ്റർ ആണ്. അപ്പോൾ ഇതിൽ നോക്കിയേ ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചുള്ളത്. ഇലക്ട്രോഡ് ഹോൾഡർ വരുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ഏതും കൂടെ പറയാം, വെൽഡിംഗ് കേബിൾ പറയാൻ സാധിക്കും അല്ലേ, അതും എന്തില്ല, ഗ്യാസ് വെൽഡിംഗ് ആയിട്ട് ബന്ധം വരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടാം സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും വരുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓൺലി 2 and 3. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ആർ ദ യൂസ് ഓഫ് ഓക്സി ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഫ്ലെയിം? സ്റ്റേറ്റ്മെന്റ്, യൂസ്ഡ് ഫോർ ഗ്യാസ് കട്ടിംഗ് സ്റ്റീൽ, used for underwater gas cutting of steel, used for heating purpose, used for bracing. അപ്പോൾ ഈ തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ഓക്സി ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഫ്ലെയിമിന്റെ യൂസസ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് വരും. ദാറ്റ് മീൻസ് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൺലി 1 and 3 എന്നുള്ളതായിരിക്കും. then അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്നതാണ്. ഒന്നാം സ്റ്റേറ്റ്മെന്റ്, കാർബൈഡ് ടു വാട്ടർ ടൈപ്പ് അസറ്റിലിൻ ജനറേറ്റർ പ്രൊഡ്യൂസേഴ്സ് അസറ്റിലിൻ പ്രഷർ അപ് ടു 1 kg/cm². വാട്ടർ ടു കാർബൈഡ് ടൈപ്പ് അസറ്റിലിൻ ജനറേറ്റർ ഈസ് ലോ പ്രഷർ അസറ്റിലിൻ ഗ്യാസ് ജനറേറ്റർ. മൂന്നാം സ്റ്റേറ്റ്മെന്റ്, വാട്ടർ ടു കാർബൈഡ് ടൈപ്പ് അസറ്റിലിൻ ജനറേറ്റർ യൂസേഴ്സ് ഓൺലി എ പർട്ടിക്കുലർ ഗ്രേഡ് ഓഫ് കാൽഷ്യം കാർബൈഡ്. നാലാം സ്റ്റേറ്റ്മെന്റ്, ഓൾ ഓഫ് ദി എബോവ് ആണ്. അപ്പോൾ റൈറ്റ് ആൻസർ വരുന്നത് ഏതായിരിക്കും? 1 and 2 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഷുഡ് ബി ഡൺ ഇൻ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് ഫ്ലാഷ് ബാക്ക് ഹാപ്പൻസ്? അവിടെ ഓക്സി അസറ്റിലിൻ ഫ്ലാഷ് ബാക്ക് ഉണ്ടാവുന്ന കാര്യം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നാം സ്റ്റേറ്റ്മെന്റ്, ക്ലോസ് ദി ബ്ലോ പൈപ്പ് ഓക്സിജൻ വാൽവ് ഫാസ്റ്റ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ്, കൂൾ ദി ബ്ലോ പൈപ്പ് ഇൻ വാട്ടർ. മൂന്നാം സ്റ്റേറ്റ്മെന്റ്, ഇൻക്രീസ് ദി അസറ്റിലിൻ ഗ്യാസ് പ്രഷർ. നാലാം സ്റ്റേറ്റ്മെന്റ്, ദ നോസിൽ ടച്ച് ദി മോൾട്ടൻ പൂൾ എന്നുള്ളതാണ്. ഓക്കെ അല്ലെ, നോസിൽ എന്ത് ചെയ്യാം, മോൾട്ടൻ പൂളിൽ ടച്ച് ചെയ്യുക എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 88ാമത്തത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഒന്നാം സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്നുള്ളത്. ദാറ്റ് മീൻസ് റൈറ്റ് ആൻസർ വരുന്നുണ്ടാവുക ഓപ്ഷൻ ബി ആയിരിക്കും. ദെൻ അടുത്ത ചോദ്യം, വിച്ച് among the following welding ടെസ്റ്റ് ആർ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്? താഴെ തന്നുള്ളത് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ടെൻസൈൽ ടെസ്റ്റ്, സ്റ്റെതസ്കോപ്പിക് ടെസ്റ്റ്, ലിക്വിഡ് പെനട്രേറ്റ് ടെസ്റ്റ്, ഇമ്പാക്ട് ടെസ്റ്റ്. അപ്പോൾ അതിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ട് ടെസ്റ്റ് വരുന്നത് ടെൻസൈൽ ടെസ്റ്റും അതുപോലെ തന്നെ ഇമ്പാക്ട് ടെസ്റ്റുമാണ്. ഓക്കെ അല്ലേ, അപ്പോൾ റൈറ്റ് ആൻസർ വരുന്നത് 1ഉം 4ഉമാണ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. 89 ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം, ഫോർ കംപ്ലീറ്റ് കമ്പഷൻ 1 വോളിയം ഓഫ് അസറ്റിലിൻ റിക്വയർ ഏതാ വരുന്നുണ്ടാവുക? 2.5 വോളിയം ഓഫ് ഓക്സിജൻ ആണ്. 2.5 വോളിയം ഓഫ് ഓക്സിജൻ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. വിച്ച് പാർട്ട് ഓഫ് ദ ലെയ്ത്ത് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ലോങ് വർക്ക് പീസ്? നമ്മൾ ലോങ് വർക്ക് പീസിനെ വർക്ക് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിനെ പറഞ്ഞ പേര് ടെയിൽ സ്റ്റോക്ക്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദി സ്പെസിഫിക്കേഷൻ ഓഫ് എ ലെയ്ത്ത് മെഷീൻ? ലെയ്ത്ത് മെഷീൻ്റെ സ്പെസിഫിക്കേഷനുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അത് സ്വിംഗ് ഡയമീറ്റർ ഓവർ കോമ്പൗണ്ട് സ്ലൈഡ് ആണ്. ഓക്കെ അല്ലേ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ഫോർജോ ചക്ക് ക്യാൻ ബി ട്രൂഡ് ടു ദി ആക്യുറസി? ഫോർജോ ചക്കിന്റെ ട്രൂയിങ് ആക്യുറസി ആണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ആൻസർ വരുന്നത് 0.02 mm ആയിരിക്കും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ദ പ്രോപ്പർട്ടി ഓഫ് കട്ടിംഗ് ടൂൾ വിച്ച് ഹെൽപ്പ് ടു വിത്ത്സ്റ്റാൻഡ് സഡൻ ലോഡ് വൈൽ കട്ടിംഗ് ഈസ്? ഓക്കെ അല്ലേ, സഡൻ ലോഡ് വരുമ്പോൾ ആ ഒരു കട്ടിംഗ് ടൂളിൽ ഉണ്ടാവേണ്ട ആ ഒരു പ്രോപ്പർട്ടി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ടഫ്നെസ് ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം, ദ ബാക്ക് ഗിയർ ഈസ് പ്രൊവൈഡഡ് ഓൺ ദി കോൺപുള്ളി ടൈപ്പ് ഹെഡ് സ്റ്റോക്ക് ഇൻ ലെയ്ത്ത് മെഷീൻ ടു? കോൺപുള്ളി ഹെഡ് സ്റ്റോക്കിൽ ബാക്ക് ഗിയർ കൊടുത്തിട്ടുള്ളത് എന്തിനാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം അത്
സ്പിൻഡിൽ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ദി സ്പിൻഡിൽ സ്പീഡാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത 96th ക്വസ്റ്റ്യൻ, നെഗറ്റീവ് റേറ്റ് ആംഗിൾ ജനറലി പ്രൊവൈഡ് ഇൻ ദി കട്ടിംഗ് ടൂൾസ് വിച്ച് ആർ മെയ്ഡ് ഓഫ്. ഏതിനാണ് നെഗറ്റീവ് റേറ്റ് ആംഗിൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അത് ഓപ്ഷൻ ഡി കാർബൈഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി ഡെപ്ത് ഓഫ് കട്ട് given if the mild steel rod turn from diameter 40 mm to diameter 38 mm in one cut. ഒരു കട്ടിൽ എത്രത്തോളമാണ് അതിന്റെ ഡെപ്ത് ഓഫ് കട്ട് ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നോക്കി, റൈറ്റ് ആൻസർ വരുന്നത് 1 mm, ഓപ്ഷൻ എ ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദി ഡ്രൈവർ ഗിയർ ടീത്ത് റിക്വയർഡ് ടു കട്ട് 2.5 mm pitch thread in a lathe having lead screw of 5 mm pitch with driven gear of 100 teeth ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ടീത്ത് വരുന്നുണ്ടാവുക 50, ഓപ്ഷൻ എ 50 ആയിരിക്കും. ദെൻ അടുത്ത ചോദ്യം 99th ക്വസ്റ്റ്യൻ, ഇൻ ഒബ്ലിക് കട്ടിംഗ് ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ടൂൾ ഈസ്. നോക്കിയേ, ഓപ്ഷൻ എ പാരലൽ ടു ടൂൾ ആക്സിസ് ആണ്, റൈറ്റ് ആംഗിൾ ടു ദി ടൂൾ ആക്സിസ് ആണ്, ഓപ്ഷൻ സി അറ്റ് ആൻ ആംഗിൾ ടു ദി ടൂൾ ആക്സിസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ്. റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി അറ്റ് ആൻ ആംഗിൾ ടു ദി ടൂൾ ആക്സിസ് ആയിരിക്കും. ദെൻ അടുത്ത ചോദ്യം, നെവർ ലീൻ ഓൺ ദി മെഷീൻ ക്ലാസിഫൈഡ് ഇൻ ടു. നമ്മൾ എന്താണ് നെവർ ലീൻ ഓൺ ദ മെഷീൻ എന്നുള്ളത് ഏത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മെഷീൻ സേഫ്റ്റി, ജനറൽ സേഫ്റ്റി, റോഡ് സേഫ്റ്റി ആൻഡ് ലാസ്റ്റ് പേഴ്സണൽ സേഫ്റ്റി, ഓപ്ഷൻ ഡി പേഴ്സണൽ സേഫ്റ്റി. ദാറ്റ് മീൻസ് റൈറ്റ് ആൻസർ വരുന്നത് പേഴ്സണൽ സേഫ്റ്റി, ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററുമായിട്ടുള്ള ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും തന്നെ നല്ലൊരു മാർക്കിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എക്സാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ, ദാറ്റ് മീൻസ് ഇങ്ങനെ നമുക്ക് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അങ്ങനെയുള്ള കൂടുതൽ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സൈലന്റ് ടെക്നിക്കലിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.